നമസ്കാരം. റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. അങ്ങനെ എറിക് ടെൻ ഹാഗിനെ ആശ്വസിക്കാം. ടീം ഇതാ വിജയവഴിയിലേക്ക് എത്തിയിരിക്കുന്നു. ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് സതാംപ്ടൺ യുണൈറ്റഡ് വീഴ്ത്തിയിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ടെൻ ഹാഗിനെ ആശ്വസിക്കാൻ വക നൽകുന്നതാണ്. 189 ദിവസങ്ങൾക്ക് ശേഷം, 6 മാസത്തിന് ശേഷം ഇതാ പ്രീമിയർ ലീഗിലെ റാഷ്ഫോർഡ് യുണൈറ്റഡിനായി ഗോൾ അടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞില്ല, ഡിലൈറ്റ് തന്റെ പുതിയ ക്ലബിനായിട്ടുള്ള ആദ്യ ഗോൾ നേടിയിരിക്കുകയാണ്. കഴിഞ്ഞില്ല, ഉഗാർട്ടെ ഡെബ്യൂ ചെയ്തു. കഴിഞ്ഞില്ല, അലയാന്ദ്രെ ഗർനാച്ചോയെ ബെഞ്ചിലിരുത്തിയത് പകപോക്കലിന്റെ ഭാഗമാണ് എന്ന തരത്തിൽ വിവാദങ്ങൾ പുകയുന്ന സമയം അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ കളിക്കളത്തിലേക്ക് വിട്ടു, ഗോൾ അടിച്ചു. ആ പ്രശ്നം അവിടെ പരിഹരിക്കുന്നു. 3-0 തകർപ്പൻ ജയം തന്നെ യുണൈറ്റഡ് സതാംപ്ടന് മേൽ എവേ മത്സരത്തിൽ നേടിയിരിക്കുകയാണ്. ഈ കളിയിൽ ഗർനാച്ചോയെ ബെഞ്ചിലിരുത്തിയപ്പോൾ മുന്നേറ്റങ്ങൾ നയിക്കാൻ സിർക്സിയും റാഷ്ഫോർഡും ബ്രൂണോ ഫെർണാണ്ടസും ദിയാലോയുമാണ് ഒരുമിച്ചിറങ്ങിയത്. കളിയിലെ സതാംപ്ടന് അനുകൂലമായിട്ട് ലഭിച്ച പെനാൽറ്റി അത് ഒനാന തടയുന്നു. ഡിലൈറ്റ് 35-ാമത്തെ മിനിറ്റിലെ തൊട്ടു പിന്നാലെയാണ് ഡിലൈറ്റ് ടീമിന് ലീഡ് നേടിക്കൊടുക്കുന്നത്. 41-ാമത്തെ മിനിറ്റിൽ മാർക്കസ് റാഷ്ഫോർഡിന്റെ ഗോൾ കൂടി വന്നപ്പോൾ യുണൈറ്റഡ് സേഫ് ആവുകയായിരുന്നു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് അവർ മുന്നിൽ. കളിയിലെ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വന്ന ഗർനാച്ചോ അവസാന ഘട്ടത്തിൽ ഗോൾ അടിക്കുക കൂടി ചെയ്തപ്പോൾ കാര്യങ്ങൾ ശുഭകരമായിട്ട് അവസാനിച്ചു. 3-0 തകർപ്പൻ ജയം യുണൈറ്റഡ് നേടി. 4 കളികളിൽ നിന്ന് 2ാമത്തെ വിജയം. 2 തോൽവി അവർ ഏറ്റുവാങ്ങിയിരുന്നു. അങ്ങനെ 2ാമത്തെ വിജയം, 6 പോയിന്റോടെ ഇപ്പോൾ താൽക്കാലികമായിട്ട് പോയിന്റ് പട്ടികയിൽ 7ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് യുണൈറ്റഡ്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ്.